അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആൺകുട്ടികളിൽ വളരെ അധികം ശക്തമായിട്ടുള്ള നേസൽ ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് JNA എന്ന് പറഞ്ഞാൽ ജുവനൈൽ നേസോഫാരിഞ്ചൽ ആൻജിയോഫൈബ്രോമ. ഇതൊരു പ്രത്യേകതരം നേസൽ ട്യൂമറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വളരെയധികം ബ്ലീഡ് ചെയ്യും. അപ്പം ഒരുപക്ഷെ ആൺകുട്ടികളിൽ ഈ പറഞ്ഞ പോലെ കാരണമൊന്നും കൂടാതെ ഉള്ള നേസൽ ബ്ലീഡിംഗ് കണ്ടാൽ നമ്മളത് തീർച്ചയായിട്ടും ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. ഒരു മിഡ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിൽ ഈ പറഞ്ഞ പോലെ നേസൽ ട്യൂമേഴ്സ്, നേസൽ മാസ്, അത് ബിനൈൻ ട്യൂമേഴ്സ് ആകാം, അതായത് നോൺ ക്യാൻസറസ് ലീഷൻസ് ആകാം, അല്ലെങ്കിൽ ക്യാൻസറസ് ലീഷൻസ് ആകാം. അപ്പം റിക്കറൻ്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നേസൽ ബ്ലീഡിംഗ് വരുന്ന ആൾക്കാരിൽ നമ്മൾ കൂടുതൽ ഇവാലുവേഷൻ ചെയ്യേണ്ടതാണ്. ഇതിന് പുറമെ ശക്തമായിട്ട് മൂക്ക് ചീറ്റിയാൽ, ഉദാഹരണത്തിന് ചില വ്യക്തികൾക്ക് ആ ശീലമുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് നേരം അതിശക്തമായിട്ട് മൂക്ക് ചീറ്റുക. ഈ മൂക്ക് നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ചെറിയ ബ്ലഡ് വെസൽസിന് ഒരുപക്ഷെ ഡാമേജ് വന്ന് അതിൻ്റെ ഭാഗമായിട്ട് ബ്ലീഡിങ് കാണും.